വെൽക്കം ടു സ്റ്റോറീസ് ടെല്ലർ ഭാഗം 8. സമയം പുലർച്ചെ 3 മണി. അമൃത ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്തോ ഒരു ദുസ്വപ്നം അവളെ സ്വപ്നത്തിൽ നിന്നുണർത്തി. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ വെള്ളം കുടിക്കാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അച്ചു നല്ല ഉറക്കത്തിലായിരുന്നോ? ഒഴിഞ്ഞ ജഗ്ഗെടുത്ത് അവള് പുറത്തേക്ക് നടന്നു. കോറിഡോറിൽ ഒരു മങ്ങിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് തിരിയുന്നതിന്റെ അവിടെയായി ഒരാൾ ഇരുന്നുറങ്ങുന്നത് അവൾ കണ്ടു. കുറച്ചുകൂടെ അടുത്തേക്ക് നടന്നപ്പോ അത് ശ്രീദേവാണെന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ കൈകൾ അപ്പോഴും കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു. അവൻ ചുവരിലേക്ക് ചാരിക്കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ക്ഷീണത്തിലായിരുന്നെങ്കിലും അവന്റെ മുഖത്ത് അത് പ്രകടമായിരുന്നില്ല. അവൻ എവിടെയായിരുന്നാലും എന്ത് ചെയ്യായിരുന്നാലും അവനെ ശ്രദ്ധിക്കാതിരിക്കാനാവില്ല. ഏതാൾക്കൂട്ടത്തിലും അവൻ മാത്രം വേറിട്ട് നിൽക്കുമായിരുന്നു. ആ കിടപ്പിലും അവൾക്ക് അവന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അടുത്തേക്ക് ആരോ വരുന്നത് പോലെ തോന്നി. അവൻ കണ്ണുകൾ തുറന്നു. അമൃതയെ കണ്ടപാടെ അവൻ എഴുന്നേറ്റിരുന്ന് ഒന്ന് പുഞ്ചിരിച്ചു. ഈ നേരത്ത് നീ എന്താ ഇവിടെ? ശ്രീദേവ് ചോദിച്ചു. അവൾ ചെറുതായി ഒന്ന് പേടിച്ചു. എന്നിട്ട് അവനോട് പറയേണ്ട നുണയ്ക്ക് വേണ്ടി തിരിഞ്ഞു. എന്റെ ഒരു റിലേറ്റീവ് ഇവിടെ കിടപ്പുണ്ട്. ഞാനിവിടെ വൈസ് ചാൻസലറായിട്ട് നിൽക്കുന്നതാ. അമൃത സത്യം മറച്ചു വെക്കാൻ പാടുപെട്ടു. ശ്രീദേവ് തലയാട്ടി. അല്ല, നിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? അമൃത ചോദിച്ചു. എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഒരു നാപ്പ് എടുക്കാൻ വന്നതാ. നീ എല്ലാ സമയവും ഇവിടെ ഉണ്ടല്ലോ. വേറെ ബന്ധുക്കളാരും കൂടെ നിൽക്കാനില്ലേ? തനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാലോ. അവൻ കാഷ്വലായി സംസാരം തുടർന്നു. അമൃതയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 10-10:30 സമയത്ത് തന്നെ ഇവിടെ കണ്ടിരുന്നല്ലോ. അവളോട് അടുത്തുള്ള കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നീ എന്നെ കണ്ടിരുന്നോ? അമൃത അവിശ്വാസത്തോടെ ചോദിച്ചു. ആ തിരക്കിനിടയിൽ അവൻ അവളെ കാണാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അവന്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് അവൾ അവനെ അമ്പരപ്പോടെ നോക്കി. യെസ്, എന്റെ സെലക്ഷൻ ഇത്തിരി മോശമാണെങ്കിലും എനിക്ക് നന്നായി കണ്ണു കാണാടോ. എന്താ വിശ്വാസം വരുന്നില്ലേ? അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞതിലെ ശരിക്കുള്ള അർത്ഥം അവൾക്ക് പിടികിട്ടി. അമൃത. പെട്ടെന്ന് അവൻ അവളുടെ പേര് വിളിച്ചു. അവന്റെ ശബ്ദത്തിൽ ഒരിക്കൽ കൂടി അവളുടെ പേര് കേട്ടതും അവൾ വീണ്ടും ഓർമ്മകളിലേക്ക് മടങ്ങി. അവൻ ആദ്യമായി അവളെ പേര് വിളിച്ചതോർത്തു. നഷ്ടബോധത്തോടുകൂടി അവൾ അവനെ നോക്കി. നിന്റെ അനിയത്തിയോട് ഇനിയും എന്റെ പിറകെ നടക്കരുതെന്ന് പറയൂ. നെറ്റി ചൊളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അമൃതയ്ക്കാണെങ്കിൽ തിരികെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എന്തു പറഞ്ഞാലും അവൾ കേൾക്കില്ല. ശ്രീദേവ് നിർവികാരനായി തലയാട്ടി. നിങ്ങളൊരു ദിവസം വളരെ താല്പര്യത്തോടു കൂടി എന്നോട് സംസാരിച്ചിരുന്നല്ലോ. അവള് വളരെ സുന്ദരിയാണ് എന്നും മറ്റും. അമൃത ചോദിച്ചു. അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവളുമായി ഡേറ്റ് ചെയ്യുന്നാണോ? അവൻ ചോദിച്ചു. ഇത് പറഞ്ഞുകൊണ്ടൊരു സംസാരം ഉണ്ടാക്കാൻ അമൃത ആഗ്രഹിച്ചിരുന്നില്ല. ഞാനിനി നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഞാൻ അല്പം ക്ഷീണത്തിലാണ്. കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റു. ശ്രീദേവ് സമ്മതാർത്ഥത്തിൽ തലയാട്ടി. അവൾ വെള്ളം എടുത്ത് തിരികെ നടക്കുമ്പോഴും ശ്രീദേവ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിനിടയിലെ മൗനം പലതും പറയാതെ പറഞ്ഞിരുന്നു. അവൾ വീണ്ടും അവൻ അരികിലേക്ക് ചെന്നു. അമൃത അവനെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ദേവ്. അവൻ തല ഉയർത്തി അവളെ നോക്കി. അവളുടെ ക്ഷീണിച്ച കണ്ണുകളിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. അന്ന് രാവിലെ അവൻ കാഷ്വാലിറ്റിയിൽ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴേ അവൾ മനസ്സിലോർത്ത കാര്യമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോവരുത്. നീ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല, ഒരു ഡോക്ടറാണ്. വിശ്രമം അത്യാവശ്യമാണ്, അതെപ്പോഴും ഓർക്കണം. അമൃത കരുതലോടെ അവനെ അറിയിച്ചു. അതും പറഞ്ഞ് തിരികെ റൂമിലേക്ക് നടന്നുപോയ അവളെ അവൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കിയിരുന്നു. അവൻ സമാധാനത്തോടുകൂടെ ശാന്തതയോടെ ഒന്ന് ചിരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് കൂട്ടിരുന്ന ഒരു സ്ത്രീയുടെ സാമീപ്യം അവനിൽ ആശ്വാസം നിറച്ചു. 5 കൊല്ലങ്ങളുടെ വേർപാടിന്റെ ദൂരം ഉണ്ടെങ്കിലും അവൻ അവളോട് പ്രത്യേകമായൊരു മമത തോന്നി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രോജക്ടിന്റെ കാര്യത്തിനായി അമൃത ശ്രീദേവിന് മെസ്സേജ് അയച്ചു. ഡ്രോയിങ് തുടങ്ങുന്നതിനായിട്ട് അവൾക്ക് ആ സൈറ്റ് കാണേണ്ടിയിരുന്നു. അവൾക്ക് പെട്ടെന്ന് തന്നെ മറുപടി ലഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിലേക്ക് വന്നോളാനായിരുന്നു അവന്റെ ആ റിപ്ലൈ. കൂടെ അഡ്രസ്സും അയച്ചിരുന്നു. അങ്ങനെ അതുപ്രകാരം ഉച്ചഭക്ഷണത്തിന് ശേഷം അവൾ കളമശ്ശേരിയിലേക്ക് തിരിച്ചു. ആരുടെയെങ്കിലും കയ്യിൽ വീടിന്റെ താക്കോൽ അവൻ കൊടുത്തയക്കുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. വീണ്ടും അവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഭാഗ്യത്തിന് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീടിന്റെ വാതിൽ തുറന്നത് പാർവതിയായിരുന്നു. ഹായ് അമൃത. ശ്രീക്ക് ഹോസ്പിറ്റലിലെ തിരക്കായതുകൊണ്ട് അവൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? പാർവതി ഡോർ തുറന്നുകൊണ്ട് ചോദിച്ചു. ഓഫ് കോഴ്സ് നോട്ട്. അമൃത ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്തുകൊണ്ടും പാർവതിയെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമാണ് തോന്നിയത്. അവളെ സംബന്ധിച്ച് ശ്രീദേവിനേക്കാളും ഭേദം പാർവതി തന്നെയായിരുന്നു. വീടിനകത്തേക്ക് കയറിയുടനെ അവൾ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ലേഔട്ടും മെഷർമെന്റ്സും എടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ. ആ സമയം പാർവതി അവളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അമൃത അവസാനമായി ശ്രീയെ കണ്ടത് എപ്പോഴാണ്? പാർവതി ചോദിച്ചു. എക്സ്ക്യൂസ് മീ?
അമൃത ഒരു അമ്പരപ്പോടെ പാർവതിയെ നോക്കി. പണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. പാർവതി പറഞ്ഞു. എന്റെ ഫോട്ടോയോ? എവിടുന്നാ കണ്ടത്? അമൃതയുടെ അമ്പരപ്പ് മാറിയില്ല. ശ്രീയുടെ കമ്പ്യൂട്ടറില് പാർവതി പറഞ്ഞു. എന്റെ ഫോട്ടോ എങ്ങനെ അവന്റെ കമ്പ്യൂട്ടറിൽ വന്നു? അമൃതയ്ക്ക് സംശയം അടക്കാൻ കഴിഞ്ഞില്ല. പേടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോയൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു അത്. പാർവതി ആശ്വസിപ്പിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. ഒന്ന് നിർത്തി അമൃതയെ നോക്കിയതിനു ശേഷം അവൾ തുടർന്നു. ശ്രീയുടെ അമ്മ ഒരു പ്രത്യേകതരം ആളാണ്. പെട്ടെന്നൊന്നും അമ്മ ആർക്കും പിടിതരില്ല. ശ്രീദേവിന്റെ അമ്മയുടെ കാര്യം പറഞ്ഞതും അമൃതയുടെ മുഖം വിവരണമായി. അവൾ പാർവതിയെ നോക്കി ഒന്ന് ചിരിച്ചു നിർത്തി. താൻ വിചാരിക്കുന്നത് പോലെ വളരെ നിഷ്കളങ്കമല്ല പാർവതിയുടെ ചോദ്യങ്ങളെന്ന് അമൃതയ്ക്ക് തോന്നി. എന്തൊക്കെയോ അറിയാൻ വേണ്ടിയാണ് അവൾ ഇതെല്ലാം അന്വേഷിക്കുന്നതെന്ന് അമൃത തിരിച്ചറിഞ്ഞു. അമൃത ചെറുതായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. പാർവതി പെട്ടെന്ന് വിഷയം മാറ്റി. അല്ല അമൃത, ആ ഡയമണ്ട് നെക്ലേസ് എവിടുന്ന് കിട്ടിയതാ? അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കളഞ്ഞു പോയത്? ഓ അതോ, അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാ. അമൃത ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. എന്തായാലും അതൊരു സാധാരണ ഫ്രണ്ട് ആയിരിക്കില്ല. ഇത്രയും വിലപിടിപ്പുള്ള റെയർ ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ തരണമെങ്കിൽ ആ ഫ്രണ്ട് സ്പെഷ്യൽ ആയിരിക്കണം. പാർവതിക്ക് വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അമൃതയ്ക്ക് മറുപടി പറയാനേ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വെറും ഒരു ഡയമണ്ട് നെക്ലേസ് അല്ലെന്ന് അമൃതയ്ക്ക് അറിയാമായിരിക്കും അല്ലേ? പാർവതി വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അമൃത കൺഫ്യൂഷനോട് കൂടെ പാർവതിയെ നോക്കി. നിനക്ക് ശരിക്കും അറിഞ്ഞൂടെ? പാർവതി അവിശ്വാസത്തോടു കൂടി അമൃതയെ നോക്കി. അമൃത ഒന്നും മിണ്ടാത്തതുകൊണ്ട് പാർവതി തുടർന്നു. ആ ഡയമണ്ടിന്റെ പേര് ഹാർട്ട് ഓഫ് ദി സീന. നീ കേട്ടിട്ടില്ലേ അതിനെ കുറിച്ച്? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡയമണ്ട് പീസാണത്. നീല കളറിലെ ലവ് ഷേപ്പിലുള്ള അതിന്റെ ലോക്കറ്റെ കടലിനെ ഓർമ്മിപ്പിക്കുന്നതാ. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഹൃദയത്തിന്റെ സിമ്പലാണ്. പാർവതി അത് പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണിൽ ചെറിയൊരു കുഞ്ഞസൂയ മിന്നിപ്പാഞ്ഞു. പാർവതിയുടെ വാക്കുകൾ അമൃതയുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെ ഹൃദയം. കഴിഞ്ഞ 7 വർഷമായിട്ട് അവൾക്കത് അറിയുമായിരുന്നില്ല. ശ്രീദേവ് ഒരിക്കലും ഇതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. ഇതൊരു വില കുറഞ്ഞ ഡയമണ്ട് ആണെന്നാണ് ശ്രീദേവ് എപ്പോഴും അവളോട് പറയാറുണ്ടായിരുന്നത്. പക്ഷെ അവൾക്കത് ശരിക്കും ഒരു ഹാർട്ട് ഓഫ് ദി സീ തന്നെയായിരുന്നു. അകന്നു പോയിട്ടും അവള് വിട്ടുകൊടുക്കാതിരുന്ന അവളുടെ പ്രിയപ്പെട്ടവന്റെ ഹൃദയം അമൃതയുടെ ഭർത്താവ് തന്നതായിരിക്കും അല്ലേ? പാർവതിക്ക് അതറിയാതെ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്നത് പോലെ അമൃതയ്ക്ക് തോന്നി. തന്നെ സംബന്ധിച്ച് അന്യമായൊരു വാക്ക്. അമൃത പാർവതിയെ മൈൻഡ് ചെയ്യാതെ ആ സംസാരം അവിടെ അവസാനിപ്പിക്കാൻ നോക്കി. അല്ലല്ല, അതെന്റെ ഒരു ഫ്രണ്ടാണ്. പാർവതിയെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് അവൾ തന്റെ വർക്കിലേക്ക് തുടർന്നു. ആ സംസാരം ഇനിയും തുടരേണ്ടതില്ലെന്ന് അവൾക്ക് തോന്നി. ഡോക്ടർ ശ്രീദേവ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ ശിവാനി അവന്റെ ലാപ്ടോപ്പിൽ നിന്നും ഒരു റിസർച്ച് പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിനിടെ ചോദിച്ചു. അവൾ വർക്ക് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് ആ സ്ക്രീൻ ഓഫായി പോവായിരുന്നു. എന്ത് ചെയ്തിട്ടും അത് ശരിയാക്കാൻ കഴിഞ്ഞില്ല. നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ലാപ്ടോപ്പ് തിരിച്ചു വെച്ചു. അവനും കുറെ അധികം സമയം നോക്കിയെങ്കിലും അത് ഓണാക്കാൻ സാധിച്ചില്ല. ഞാൻ ടൗണിൽ പോകുമ്പോ ഇത് റെഡിയാക്കാൻ കൊടുക്കാം ഡോക്ടർ ശിവാനി ആവേശത്തോടു കൂടെ പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല ശിവാനി, ഞാൻ പോകുമ്പോ ശരിയാക്കിക്കോളാം. ശ്രീദേവ് സമ്മതിച്ചിരുന്നില്ല. ഡോക്ടറുടെ ഈ തിരക്കിനിടയില് അതിനൊന്നും സമയം കിട്ടില്ല. ഞാൻ എന്തായാലും പോകുന്നുണ്ട്, ഞാൻ ശരിയാക്കി കൊണ്ടുവരാം. എനിക്കതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല ഡോക്ടർ. ശിവാനി അവനെ നിർബന്ധിച്ചു. എങ്കിൽ ശരി, ശിവാനി ഇന്ന് പോകുമ്പോ കൊണ്ടുപോയിക്കോളൂ. പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ട് പറയൂ, ഞാൻ അയക്കാം. ശ്രീദേവ് അത് സമ്മതിച്ചു. പിന്നെ അതിലെ ഫയൽസ് ഒന്നും കളയരുതെന്ന് പറയണം. പിന്നെ F ഡ്രൈവ് തുറക്കരുതെന്നും പറയണം. മറക്കരുത്, ശ്രീദേവ് നിർദ്ദേശിച്ചു. അതെന്താ ഡോക്ടറെ, F5 ആരും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ശിവാനി കളിയായി അന്വേഷിച്ചു. ശ്രീദേവ് അതിന് മറുപടി ഒന്നും പറയാൻ നിന്നില്ല. കോഫി എടുക്കാൻ എഴുന്നേറ്റുകൊണ്ട് അവളെ നോക്കി അവൻ കണ്ണിറുക്കി ചിരിച്ചു. ശിവാനി ലാപ്ടോപ്പും കൊണ്ട് മെറൈൻ ഡ്രൈവിനടുത്തുള്ള കമ്പ്യൂട്ടർ സിറ്റിയിലെത്തി. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് പ്രത്യേകം ഓർമ്മിപ്പിച്ചു, അതിലെ ഫയൽസ് ഒന്നും ഡിലീറ്റ് ആകാൻ പാടില്ല, പ്രത്യേകിച്ചും F ഡ്രൈവിലെ ഫയൽസ്. ഓക്കെ മാഡം എന്ന് അവിടുത്തെ മാനേജർ ലാപ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. മാഡം, ഇതൊരു 3 ദിവസം എടുക്കും. ഓക്കെ, റെഡിയാകുമ്പോ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. പിന്നെ ടോട്ടൽ എത്ര രൂപയാകും? ശിവാനി ചോദിച്ചു. അവിടെ റെസിപ്റ്റ് കൊടുത്തിട്ട് പോണം, ബില്ലിട്ടിട്ട് ഞങ്ങൾ വിളിക്കാം, ഫായിസ് അറിയിച്ചു. ഫായിസ് പറഞ്ഞു. അല്ലിയുടെ കൂട്ടുകാരി ഫാത്തിമയുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് ഈ ഫായിസ്. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് ഫാത്തിമ അമൃതയെ വിളിച്ചു. ഹലോ അമൃത ചേച്ചി, തിരക്കിലാണോ? ഹലോ, പറ ഫാത്തിമ. കുറച്ച് പണിയിലാണ്, അമൃത പറഞ്ഞു. ചേച്ചി, മറൈൻ ഡ്രൈവിലെ എന്റെ ഇക്കയുടെ ഷോപ്പ് വരെ ഒന്ന് പോകാൻ പറ്റുമോ? ഫാത്തിമ ചോദിച്ചു. എന്താ ഫാത്തി?
എന്തുപറ്റി? അമൃത അക്ഷമയോട് ചോദിച്ചു. അതിത്തിരി എമർജൻസിയാണ്, ഫാത്തിമ പറഞ്ഞു. ശ്രീദേവിന്റെ പുതിയ വീടിന്റെ ഡ്രോയിങ്സ് വരയ്ക്കുന്ന തിരക്കിലായിരുന്നു അമൃത അവിടെ. എന്താ ഫാത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേ, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അമൃതയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ ഫാത്തിമ പറയും, സിസ്റ്ററിലെ അടുത്ത് ഞാനൊരു മെയിൽ അയക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഫാത്തിമ മറുപടി കേൾക്കാൻ നിൽക്കാതെ ആ കോള് കട്ട് ചെയ്തു. ഫാത്തിമയുടെ മെയിൽ തുറന്നു നോക്കി അമൃത ശരിക്കും ഞെട്ടിപ്പോയി. അവൾ അയച്ച മെയിലിലെ ഫോട്ടോസ് കണ്ടപ്പോ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അതെല്ലാം 5 കൊല്ലം മുമ്പ് എടുത്ത ചിത്രങ്ങളായിരുന്നു. പലതും അവൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ ഫാത്തിമയെ തിരികെ വിളിച്ചു. ഫാത്തി, ഇതെല്ലാം എവിടുന്ന് കിട്ടി നിനക്ക്? ചേച്ചി, ഇക്കയുടെ ഷോപ്പില് റിപ്പയറിങ്ങിന് തന്ന ഒരു ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ചേച്ചിയുടെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട് ആയിരിക്കണം. ചേച്ചിയുടെ ഒരുപാട് പ്രൈവറ്റ് ഫോട്ടോസ് കിടപ്പുണ്ട് അതില്. ഒന്ന് നിർത്തിക്കൊണ്ട് അവൾ തുടർന്നു. ചേച്ചിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ടല്ലോ അതില്. അവൾ ആ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി. കമ്പ്യൂട്ടറിൽ നിന്നും തന്നെ നോക്കി ചിരിക്കുന്ന ആ സുന്ദരിയായ യുവതി താനാണെന്ന് വിശ്വസിക്കാൻ പോലും അവൾക്ക് പ്രയാസം തോന്നി. ഫാത്തി, ഞാൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരാം, നീ എന്നെ അവിടെ വെയിറ്റ് ചെയ്യൂ വൈകിട്ട്? അമൃത ചോദിച്ചു. ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞ് ഫാത്തിമ കോള് കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്തതിനു ശേഷവും അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിപ്പായിരുന്നു. ശ്രീദേവ് എടുത്ത ഫോട്ടോസ് അല്ലേ ഇതെല്ലാം? അവന്റെ അടുത്തല്ലാതെ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം വേറെ ഉണ്ടായിട്ടില്ലെന്ന് അമൃത ഓർത്തു. അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കമ്പ്യൂട്ടർ സിറ്റിയിലേക്ക് ചെന്നു. ചേച്ചി, ഈ ലാപ്ടോപ്പ് ആരുടെ ആയിരിക്കും? ചേച്ചിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഫാത്തിമ ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം കോപ്പി ചെയ്ത് എടുത്തോട്ടെ എന്ന് അമൃത ഫായിസിനോട് ചോദിച്ചു. ഇതെല്ലാം നിങ്ങളുടെ ഫോട്ടോസ് അല്ലേ, കോപ്പി ചെയ്തോളൂ, നോ പ്രോബ്ലം. ഫായിസ് പറഞ്ഞു. ഞാൻ ഇത് കോപ്പി ചെയ്ത ശേഷം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം, അമൃത പറഞ്ഞു. ഇതിലെ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫായിസ് ഒരു നിമിഷം ആലോചിച്ചു. എന്റെ പ്രൈവറ്റ് ഫോട്ടോസ് വേറൊരാൾ സൂക്ഷിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്തേ പറ്റൂ, അമൃത ഉറപ്പിച്ചു പറഞ്ഞു. അതും ശരിയാണ്, പക്ഷേ ഫായിസ് ആലോചിച്ചു. ഒന്നും ആലോചിക്കാനില്ല ഇക്ക, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം. ഫാത്തിമയും സപ്പോർട്ട് ചെയ്തു. കണ്ടോ, ഈ ഫോൾഡറൊക്കെ 2 കൊല്ലമായി തുറന്നിട്ട്, അതുകൊണ്ട് ഇതിന്റെ ഓണർക്ക് ഇതത്രയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നും ആയിരിക്കില്ല. അമൃത ഫായിസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഓക്കെ, ദെൻ യു ക്യാൻ ഡിലീറ്റ് ദം, ഫായിസ് അറിയിച്ചു. അമൃതയ്ക്കും ആശങ്കയുണ്ടെങ്കിലും അവൾ ഒറ്റ ക്ലിക്കിന് ആ ഫോൾഡർ മുഴുവൻ ഡിലീറ്റ് ചെയ്തു. ശ്രീദേവിന്റെ ലാപ്ടോപ്പിൽ പാർവതി കണ്ട ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് അന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ആ ഫോട്ടോസ് എന്തിനാണ് അവൻ ഇപ്പോഴും സൂക്ഷിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയിരുന്നില്ല. താങ്ക് യു ഫായിസ്. ലാപ്ടോപ്പിന്റെ ഓണർ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞോളൂ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അമൃത നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭാഗം 8 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.